അള്ളാന്റെ റഹ്മത്തിനെ കുറിച്ചറിയാനും റഹ്മത്തിനെ കുറിച്ച് പഠിക്കാനും താണ് കേണ് റബ്ബിനോട് റഹ്മത്ത് തേടാനുമായി ഒരു 10 ദിവസം കൊല്ലത്തിൽ അള്ളാഹു നമുക്ക് തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് റമളാനിലെ ആദ്യത്തെ 10 ദിവസം. അവ്വലുഹു റഹ്മ. അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മളിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അള്ളാന്റെ റഹ്മത്ത് നിരന്തരമായി നമ്മൾ തേടണം. കാരണം നമ്മുടെ അമല് കൊണ്ട് മാത്രം രക്ഷപ്പെടാമെന്നൊരിക്കലും നമ്മൾ വിചാരിക്കരുത്. തറാവീഹ് കൃത്യമായി നിസ്കരിക്കുന്നുണ്ടാവാം, നോമ്പ് മുടങ്ങാതെ നോറ്റുവീട്ടുന്നുണ്ടാവാം, പരിശുദ്ധ ഖുർആൻ ഖത്മ് തീർക്കുന്ന കാര്യത്തിൽ പരമാവധി ശ്രദ്ധയുണ്ടാവാം. പക്ഷേ മുഅ്മിനെ, ഹബീബായി നബിയുടെ ഒരു ഹദീസ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ലൈ യദ്ഖുല അഹദൻ അമലുഹു അൽ ജന്ന. ലൈ യദ്ഖുല അഹദൻ അമലുഹു അൽ ജന്ന. ഒരാളെയും അയാളുടെ അമല് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിത് കേട്ടോ? ഇത് കേട്ടോ? ഞാൻ ഇപ്പൊ ഖുർആൻ കുറെ ഖത്മ് തീർത്തിട്ടുണ്ടല്ലോ, ഞാൻ നോമ്പൊറ്റൊന്നും ഒഴിവാക്കിയിട്ടില്ലല്ലോ, ഞാൻ കഴിയുന്നത് പോലെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു പോരായ്മയും വരുത്താറില്ലല്ലോ. ശരി, അങ്ങനെയൊക്കെയാണെങ്കിലും ഒരാളെയും അയാളുടെ അമല് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് കരുതണ്ട. പറയുന്നതാരാ? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സഹാബികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? നബിയേ, നബിയേ, ഒരാളെയും അയാളുടെ അമല് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ലെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. വലാ അൻത യാ റസൂലല്ലാഹ്, നിങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണോ? നബിയെ, നിങ്ങളെയും നിങ്ങളുടെ അമല് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കൂലേ നബിയെ? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്നറിയോ? അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താ അറിയോ? നബിയുടെ അമലിനെ കുറിച്ച് സഹാബികൾക്കറിയാം. രാത്രിയൊക്കെ ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിന്ന് ആ നിസ്കാരത്തിൻ്റെ നൃത്തത്തിൻ്റെ ദൈർഘ്യം കൊണ്ട് കാലിലാകെ നീര് വന്ന് വീർത്ത് കെട്ടിയ സംഭവം ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഐഷ ബീവി ചോദിക്കുക തന്നെ ചെയ്തതല്ലേ, അല്ല നബിയേ, എന്തിനാണ് ഈ ത്യാഗം നബിയേ? ഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അല്ല, നിങ്ങൾ ചെയ്തു പോയ ദോഷമൊക്കെ അള്ളാഹു മാപ്പാക്കി തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയാൽ അതും അള്ളാഹു മാപ്പാക്കി തരും. നേരത്തെ അള്ളാഹു നിങ്ങൾക്ക് മൊത്തം മഗ്ഫിറത്ത് ഓഫർ ചെയ്തതാ. പിന്നെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ കാലൊക്കെ നീര് വന്ന് വീർത്ത് കെട്ടി എന്നിട്ടും നിർത്താതെ നിങ്ങൾ ഈ നിസ്കാരം തുടരുന്നത് നബിയെ എന്ന് മുത്തുനബിയോട് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. ഇതാ റസൂലുള്ളാഹിന്റെ അമലിന്റെ സ്ഥിതി. അപ്പോഴും റസൂലുള്ള പറയുന്ന, ആയിഷോ, അഫലാ കൂനു അബ്ദൻ ശകൂറാ, എന്താണ് ആയിഷോ നീ ചോദിക്കുന്നത്? അള്ളാഹു ഏറ്റവും അനുഗ്രഹം തന്നത് എനിക്കല്ലയോ? ഏറ്റവും നന്ദി കാണിക്കേണ്ടതും ഞാനല്ലയോ? ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ? ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ചോനെ എന്ന് പറഞ്ഞാൽ കാലിലാകെ നീര് വന്ന് വീർത്ത് കെട്ടിയത് അത് വേറെന്തെങ്കിലും ഒരു രോഗം കൊണ്ട് വീർത്തിട്ടിയതല്ല, നിസ്കാരത്തിന്റെ ആ നൃത്തത്തിന്റെ ദൈർഘ്യം കൊണ്ട് നീര് വന്ന് വീർത്ത് കെട്ടിയതാ. എന്നിട്ട് നബിയെ, നിങ്ങൾ എന്തിനങ്ങനെ കഷ്ടപ്പെടുന്നെന്ന് ചോദിച്ചപ്പോ, ഞാൻ നന്ദിയുള്ള അടിമയാവണ്ടേ എന്ന് ചോദിച്ചിട്ട് ആ നിസ്കാരം തുടരുകയാണ്, നിസ്കാരം നിർത്തിയേക്കല്ല. ഇതാണ് മുത്തുനബിയുടെ ഇബാദത്തിന്റെ അവസ്ഥ. ഇത് സഹാബികൾക്ക് നന്നായി അറിയാം, നല്ലോണം അറിയാം.
മാത്രമല്ല പലപ്പോഴും സുജൂദിൽ പോയ നബിയെ കുറിച്ച് അവരിൽ പലരും വിചാരിച്ചതല്ലേ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഖുബില ഫീ സ്വലാത്തിഹി അല്ലാഹുവിന്റെ റസൂല സുജൂദിൽ വഫാത്തായെന്ന്, സുജൂദിൽ റസൂലുള്ള വഫാത്തായി എന്ന് സഹാബികൾ വിചാരിക്കണമെങ്കിൽ എത്ര നേരം സുജൂദിൽ കിടന്നിട്ടുണ്ടാവും? ഇതാണ് ഹബീബായ നബിയുടെ അമലിന്റെ അവസ്ഥ എന്ന് സഹാബികൾക്കറിയാലോ. അതുകൊണ്ടാ ചോദ്യം നബിയെ വലാ അൻത യാ റസൂലല്ലാഹ്, നിങ്ങളും നബിയെ നിങ്ങളും അമല് കൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കൂലേ നബിയെ? അപ്പോൾ കാല വല അന, എന്താ സംശയം, ഞാനും അമല് കൊണ്ടങ്ങ് സ്വർഗത്തിലേക്ക് പോകുന്നെന്ന് വിചാരിക്കണ്ട. പിന്നെയോ ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ എനിക്കും സ്വർഗം കിട്ടൂലട്ടോ എന്ന് പറയുന്നതാരാ? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങൾ പറ, അള്ളാന്റെ റഹ്മത്ത് നമ്മൾ തേടണ്ടേ? മനസ്സറിഞ്ഞ് തേടണ്ടേ? അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ. അല്ലാഹ്, ആ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങളെ പൊതിയണേ പടച്ചോനെ. നിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ ഒരു രക്ഷയുമില്ല റബ്ബേ. ആ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങളെ പൊതിയണേ പടച്ചോനെ. മുഅ്മിനെ, ഇത് അംബിയായിന്റെ രീതിയാണ്. അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കാതെ ഒരു നബിയും കഴിഞ്ഞു പോയിട്ടില്ല. അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കാതെ ഒരു നബിയും ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ല. ഒന്നാമത്തെ പ്രവാചകനാണല്ലോ മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ആദം നബിയുടെ ദുആ ഖുർആൻ പറഞ്ഞില്ലേ, വഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. മഹാനായ ആദം നബിയും തന്റെ ഭാര്യയും കൂടെ ഹവ്വാ ബീവിയും കൂടെ ജല്ല ജലാലായ റബ്ബിനോട് കാര്യമായി ചോദിച്ചത് റഹ്മത്താണ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ. അല്ലാഹ്, ഞങ്ങൾ നഫ്സിനോട് ദുൽമ കാണിച്ചവരാ, അതിക്രമം കാണിച്ചവരാ, ചെയ്യാൻ പാടില്ലാത്തത് ശാരീരിക ഇച്ഛകൾക്ക് വഴങ്ങി പൈശാചിക പ്രേരണകൾക്ക് വഴങ്ങി ചെയ്തു പോയതാ. അപ്പൊ അതുകൊണ്ട് തുറന്നു പറയാലോ, വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, പുറത്തു നിന്നിട്ടില്ലെങ്കിൽ, എന്നിട്ട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, പറ്റ പരാജയപ്പെട്ടവരിൽ ഞങ്ങൾ പെട്ടുപോകും റബ്ബേ. ആരാ പറയുന്നത്? ആദം നബി, ഹവ്വാ ബീവി. അതുകൊണ്ട് മനമുരുകി റബ്ബിനോട് തേടന്റെ സഹോദര സഹോദരി, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ. അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ റസൂലാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. ഷെയ്ഖുൽ അംബിയാ, അംബിയാക്കളിലെ ഷെയ്ഖാണ്. 950 കൊല്ലത്തിലേറെ ദീനീ ദഅവത്തുമായി കഴിഞ്ഞുകൂടിയ നബിയാണ്. ആ നൂഹ് നബിയുടെ പ്രാർത്ഥന എന്താ? ഖാല റബ്ബി ഇന്നി അഊദു ബിക അൻ അസ്അലക മാ ലൈസ ലീ ബിഹി ഇൽം വഇല്ലാ തഗ്ഫിർ ലീ വതർഹംനി അകും മിനൽ ഖാസിരീൻ. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കേ.
ഇതൊക്കെ എന്തിനാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്? ആദം നബി അള്ളാഹിന്റെ റഹ്മത്തിന് വേണ്ടി നിരന്തരം ദുആ ചെയ്തു. പിന്നെ വന്ന നബിയാണ് 950 കൊല്ലം ആളുകളെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ച ദീനി ദഅവത്തുമായി കഴിഞ്ഞുകൂടിയ ഷെയ്ഖുൽ അംബിയാ, അംബിയാക്കളിലെ ഷെയ്ഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാരക്കാൻ. അതായത് നൂഹ് നബിക്ക് ആ വെള്ളപ്പൊക്കം വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് പടച്ചോനെ എൻ്റെ മോനെ ഒന്നായിട്ട് രക്ഷപ്പെടുത്തിക്കാളാ, എൻ്റെ മോനല്ലേ എന്ന് പറഞ്ഞു. മോൻ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, മോൻ മുസ്ലിം ആയിട്ടില്ല. അപ്പൊ അള്ളാഹു പറഞ്ഞു, എന്ത് ദുആണ് നൂഹേ അത്? ഇസ്ലാമിലേക്ക് വരാത്ത മുസ്ലിം അല്ലാത്ത ആ മകൻ നിന്റെ അഹ്ലാന്ന് പറഞ്ഞിട്ട് അവനെ രക്ഷപ്പെടുത്താൻ തേടേ, അത് ശരിയായില്ലട്ടോ എന്ന് പറഞ്ഞു. നൂഹേ, ആ മോൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടതല്ല, അവനെ കുടുംബമായി നീ കണക്കാക്കണ്ട. മുസ്ലിം ആവാത്ത അവൻ എന്ത് കുടുംബം? അവനെ കുടുംബമായി കണക്കാക്കണ്ട. നിങ്ങൾ നടത്തിയ ഈ ദുആ ശരിയായില്ലാന്ന് നൂഹ് നബിയോട് അല്ലാഹു പറഞ്ഞപ്പോൾ പിന്നീട് നിരന്തരം നൂഹ് നബി ദുആ ചെയ്യുമായിരുന്നു. ഖാല റബ്ബി ഇന്നി അഊദു ബിക അൻ അസ്അലക മാ ലൈസ ലീ ബിഹി ഇൽം. പടച്ചോനെ, വിവരമില്ലാത്ത ഞാൻ ഒരിക്കലും തേടാൻ പാടില്ലാത്ത ഒരു തേട്ടം നിന്നോട് തേടിയതിൽ വലിയ സങ്കടമുണ്ട്. ഞാൻ നിന്നോട് കാവൽ ചോദിക്കാൻ. ഒരിക്കലും അങ്ങനെ ഒരു ദുആ നിന്നോട് ഞാൻ നടത്താൻ പാടില്ലായിരുന്നു. ഏതായാലും പറ്റിപ്പോയല്ലോ. അതുകൊണ്ട് വഇല്ലാ തഗ്ഫിർലി വതർഹംനി അകും മിനൽ ഖാസിരീൻ. നീ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ, നീ എന്നോട് കരുണ കാണിച്ചില്ലെങ്കിൽ അകും മിനൽ ഖാസിരീൻ, പരാജിതരിലാകുമല്ലോ എൻ്റെ സീറ്റ് അല്ലാഹുവേ. അതുകൊണ്ട് എനിക്ക് മഗ്ഫിറത്ത് തരണം, അതുകൊണ്ട് എനിക്ക് മർഹമത്ത് തരണമെന്ന് പിന്നീട് അങ്ങോട്ട് നിരന്തരമായി ദുആ ചെയ്യുമായിരുന്നു മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. തേട് മുഅ്മിനെ, മനമുരുകി തേട് മുഅ്മിനെ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹംനി അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ മൂസാ നബി മുതൽ ഒരുപാട് നബിമാരുടെ ദുആ അള്ളാഹു പരിചയപ്പെടുത്തുന്നതിൽ അവരൊക്കെ കാര്യമായി അള്ളാഹിനോട് ദുആ ചെയ്തത്, റബ്ബേ റഹ്മത്ത് വേണട്ടോ, നിന്റെ കരുണ വേണട്ടോ. ഈ അമല് കൊണ്ടും ത്യാഗം കൊണ്ടും മാത്രം രക്ഷപ്പെടുമെന്ന വിശ്വാസം ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ ചെയ്ത അമല് അതിൻ്റെ പോരായ്മ ശരിക്കാണ്ട് നോക്കിയാൽ പലതും സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിലായി പോവുമല്ലോ. നിങ്ങൾ ആലോചിക്കേ, ഒരു മനുഷ്യൻ എത്ര അമല് ചെയ്താലും നാളെ റബ്ബിന്റെ കോടതിയിൽ വന്ന് കൃത്യമായി അതിൽ അല്ലാഹു തആല ഒരു നിരീക്ഷണം നടത്തുമ്പോൾ അതിൻ്റെ ന്യൂനതകൾ, പോരായ്മകൾ പടച്ചോനെ ആണ്ട് പരിഗണിക്കുമ്പോൾ അമല് സ്വീകരിക്കപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലായാൽ പിന്നെ നമ്മളെ നിസ്കാരം നാളെ മഹ്ശറയിലേക്ക് മുഖത്തേക്ക് ചുരുട്ടി വലിച്ചെറി, മഹ്ശറയിൽ മുഖത്തേക്ക് ചുരുട്ടി വലിച്ചെറിയുന്നൊരവസ്ഥയായി പോയാൽ, നോമ്പിൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയാൽ, ഖുർആനോത്ത് അങ്ങനെ ആയിപ്പോയാൽ അള്ളാഹു കാക്കട്ടെ. അപ്പൊ നമുക്കൊക്കെ അള്ളാന്റെ റഹ്മത്ത് വേണം, അള്ളാന്റെ റഹ്മത്തിൽ പ്രതീക്ഷയും വേണം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് എനിക്ക് കിട്ടുമെന്നൊരു വിശ്വാസവും നമുക്കുണ്ടാവണം. അത് തേടുക. കാരണം അള്ളാഹു അങ്ങനെയാണ് അവനെ പരിചയപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തിലും ആദ്യം ഓതേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനി റഹീം. ഒരു സൂറത്തൊഴികെ, അതേതാ? സൂറത്ത് തൗബ, സൂറത്ത് ബറാഅത്ത്. അതിൽ പരാമർശിക്കുന്നത് ചില കാര്യങ്ങൾ, യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ആയതുകൊണ്ട് റഹ്മത്ത് കൊണ്ടത് തുടങ്ങണ്ട. മറ്റുള്ള 113 സൂറത്തുകളുടെയും തുടക്കം ബിസ്മി.
ഒരു സൂറത്തിൽ 2 തവണയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതാണ് അല്ലാഹുവിന്റെ അഡ്രസ്. അല്ലാഹു അവന്റെ പേരുകളെ കുറിച്ച് പറഞ്ഞില്ലേ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ. ഇലാഹായ റബ്ബിന് ഒരുപാട് സുന്ദര നാമങ്ങളുണ്ട്, അല്ലാഹുവിന് ഒരുപാട് പേരുകളുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ പേരായി മുത്തുനബി പരിചയപ്പെടുത്തിയത് റഹ്മാൻ, രണ്ടാമത്തെ പേര് റഹീം. അപ്പൊ അള്ളാഹുവിന്റെ അഡ്രസ് റഹ്മാൻ റഹീം. അള്ളാഹിനെ അഭിസംബോധനം ചെയ്യുന്നതിൽ ഏറ്റവും വലിയ ഇഷ്ടം അവന്റെ റഹ്മത്തിനെ കുറിച്ച് പറയുന്നതാണ്. പടച്ചോനെ, ആ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, എല്ലാവരും രക്ഷപ്പെടുത്തണേ അല്ലാ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, സാധാരണഗതിയിൽ ഒരു ദിവസം നമ്മൾ അള്ളാന്റെ റഹ്മത്തിനെ കുറിച്ച് എത്ര തവണ പറയേണ്ടതുണ്ട്? നിങ്ങൾ ആലോചിച്ചിട്ടില്ല? സാധാരണ ഒരു ദിവസത്തിൽ റഹ്മത്തിന്റെ പത്തൊക്കെ അവിടെ നിൽക്കട്ടെ, അല്ലാത്ത ഒരു ദിവസത്തിൽ നിരുപാധികം പ്രായപൂർത്തിയായ ഒരു അടിമ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ഓരോ ദിവസവും എത്ര തവണ പറയേണ്ടതുണ്ട്? 17 തവണയൊന്നും പറഞ്ഞാൽ പോരല്ലോ ആചാരെ. 17 കൊണ്ടൊന്നും കഴിച്ചിലാവൂലല്ലോ. 17 മതിയോ? നിർബന്ധമായിട്ടും പറയേണ്ടതാണ് ഞാൻ ഈ ചോദിക്കണത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അള്ളാന്റെ റഹ്മത്തിന്റെ 10 നമുക്കൊന്ന് ഒരു ആലോചന നടത്തുക. നമ്മളിൽ ഓരോരുത്തരും ദിവസവും അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിരുപാധികം എത്ര തവണ പറയേണ്ടതുണ്ട്? 17 പോരാ. 17 റക്അത്ത് നിർബന്ധ നിസ്കാരമുണ്ട് അല്ലേ? ഒരു റക്അത്തിൽ എത്ര തവണ അള്ളാന്റെ റഹ്മത്തിനെ കുറിച്ച് പറയണം? ഫാത്തിഹ എന്തായാലും നിർബന്ധല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാൻ ഒരു തവണ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞില്ലേ, റഹീം 2 തവണ ആയില്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനി റഹീം. അപ്പോൾ ഫാത്തിഹയിൽ ഒരു റക്അത്തിൽ തന്നെ എത്ര തവണ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു? അള്ളാഹിന്റെ റഹ്മത്തിനെ കുറിച്ച് 4 തവണ പറഞ്ഞു. അപ്പോൾ ഓരോ റക്അത്തിലും ഇങ്ങനെ 2 തവണ റഹ്മാൻ എന്ന് പറയും. അപ്പോൾ 17 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 34 തവണ നിർബന്ധമായും എന്തു പറയണം? റഹ്മാൻ എന്ന് പറയണം. 34 തവണ തന്നെ എന്തും പറയണം, റഹീം എന്നും പറയണം. നിങ്ങൾക്ക് മനസ്സിലായോ? ഓരോ റക്അത്തിലും ഫാത്തിഹയിൽ 2 തവണ റഹ്മാൻ എന്നും 2 തവണ റഹീം എന്നും പറയണം. അങ്ങനെ 17 റക്അത്തിൽ ഈ 2 തവണ പറയുമ്പോൾ 34 തവണ റഹ്മാൻ എന്നും 34 തവണ റഹീം എന്നും. അപ്പൊ എത്രയായി? അല്ലാ, ഇതിനിപ്പൊരു കാൽക്കുലേറ്റർ എടുക്കണോ? 64 68 തവണ എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ റബ്ബിനെ കുറിച്ച് എന്തു പറയുന്നുണ്ട്? റഹ്മാൻ റഹീം, അവന്റെ റഹ്മത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ റബ്ബ് അവൻ ഇഷ്ടപ്പെടുന്നത് അതാണ്. അവന്റെ റഹ്മത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നതും ആ റഹ്മത്തിലുള്ള നമ്മുടെ വിശ്വാസവും അതിലുള്ള പ്രതീക്ഷയും. പടച്ചോനെ, അള്ളാഹുവെ, ഞങ്ങൾക്കൊക്കെ നീ തൗഫീക്ക് നൽകണേ അല്ലാ. മുത്തുനബിയോട് അല്ലാഹു പറയുന്നത് എന്താ അറിയോ? നബിയെ, മുഅ്മിനീങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ ഓലോട് ആദ്യം പറയേണ്ടത് എന്താണെന്നറിയോ? സലാം പറയാ. സലാം പറഞ്ഞിട്ട് പിന്നെ ഓലോട് പറയേണ്ടത് എൻ്റെ റഹ്മത്തിനെ കുറിച്ചാണ്. ഞാൻ എൻ്റെ മേൽ റഹ്മത്തിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എനിക്ക് റഹ്മത്തിനെ ഞാൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. എൻ്റെ റഹ്മത്തിനെ കുറിച്ച് ആരോട് പറയണം? ഖുർആനിലെ ആയത്തല്ലേ, وَإِذَا جَاءَكَ الَّذِينَ يُؤْمِنُونَ بِآيَاتِنَا فَقُلْ سَلَامٌ عَلَيْكُمْ كَتَبَ رَبُّكُمْ عَلَى نَفْسِهِ الرَّحْمَةَ أَنَّهُ مَنْ عَمِلَ مِنْكُمْ سُوءًا بِجَهَالَةٍ ثُمَّ تَابَ مِنْ بَعْدِهِ وَأَصْلَحَ وَأَنَّهُ ഗഫൂറുർ റഹീം. തൽക്കാലത്തേക്ക്
ശരിക്കും ആ ഉറക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഈ റഹ്മത്തിന്റെ പത്തിൽ ഈ ആയത്തിന്റെ അർത്ഥം നിങ്ങളിൽ ഓരോരുത്തരൊന്ന് മനസ്സിലാക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ.